ശ്രീ ഷോൺ ജോർജ്, തലസ്ഥാനത്ത് താമര വിരിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, BJP സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ജനൻ TVക്ക് അനുവദിച്ച ലഘു അഭിമുഖത്തിൽ പറഞ്ഞനുസരിച്ചാണെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം മാറുന്നു. കേവലം പൊള്ളയായ മുദ്രാവാക്യങ്ങളും വാഗ്ദാനങ്ങളും PR-നും അപ്പുറത്തേക്ക് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ജനം വോട്ട് ചെയ്യുന്നു. വികസനം ചർച്ച ചെയ്യുന്നവരെ ജനം അംഗീകരിക്കുന്നു. എന്താണ് ഈ വളർച്ചയുടെ കഥ? ജനം ശരിയാക്കിയത് എന്തിന്, എങ്ങനെ? കേരളത്തിൽ കഴിഞ്ഞ 2014 ശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, കേരളത്തിൽ ഏറ്റവും അധികം നരേന്ദ്രമോദിയോടുള്ള വിശ്വാസ്യത അത് വലിയ രീതിയിൽ കേരളത്തിൽ വളർന്നിരിക്കുന്നു. കേരളത്തിലെ എല്ലാ കാലത്തും BJPയെ പ്രതിരോധിക്കുവാനായി അവരുപയോഗിച്ചിരുന്ന, പ്രത്യേകിച്ചും കോൺഗ്രസ് CPM-ഉം ഒരു കാലത്ത് BJPയെക്കുറിച്ച് പറയുമ്പോൾ വർഗീയ പാർട്ടിയെന്ന് മാത്രം വിശേഷിപ്പിച്ചിരുന്ന BJP ഇന്ന് എല്ലാവരുടെയും രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു. അത് ജനത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങി. അതിലുപരി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വികസനം എന്ന വാക്ക് അല്ലെങ്കിൽ വികസനത്തിൻ്റെ അജണ്ട ചർച്ച ചെയ്ത, പ്രാദേശികമായി വികസിത കേരളം എന്ന ആശയം ചർച്ച ചെയ്തത് BJP മാത്രമാണ്. ഒരു പക്ഷേ BJPയുടെ സംസ്ഥാന സമിതിയിലും ഭാരവാഹി യോഗത്തിലൊക്കെ വികസനം എന്ന വാക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോൾ ഇത് കേട്ടുമടുത്ത എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഇത് ജനം എത്രമാത്രം അംഗീകരിക്കും എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഞാനതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച ആളാണ്. കാരണം കൂടുതൽ മറ്റ് അജണ്ടകളിലേക്കും പോകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു. ഞാൻ ഒറ്റ വാക്കേ പറയൂ, എനിക്ക് പറയാനുള്ള രാഷ്ട്രീയം, കേരളത്തോട് ഞാൻ ഒരു രാഷ്ട്രീയം പറയൂ, അത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്, വികസിത കേരളം എന്ന സങ്കല്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പല അഭിപ്രായങ്ങളെയും ധിക്കരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വികസിത കേരളം എന്ന് കേരളത്തോട് പറഞ്ഞത്. അത് ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഉണ്ടായൊരു ഈ വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് BJPയുടെ സംഘടനാശേഷി, സ്വാഭാവികമായിട്ടും മികച്ച സംഘടനാ പ്രവർത്തനവും സംഘടനാശേഷിയും തിരുവനന്തപുരത്തുള്ള പ്രസ്ഥാനമാണ് BJP. പക്ഷേ അതിലുപരി BJP അധികാരത്തിലെത്തിയാൽ തിരുവനന്തപുരത്തുണ്ടാകാൻ പോകുന്ന വികസനം നരേന്ദ്രമോദിയുടെ കീഴിൽ വലിയ ഒരു ഇന്ത്യയിലെ തന്നെ മികച്ച നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരം മാറുമെന്നുള്ള പ്രതീക്ഷ, ഇതാണ് ആ വികസന രാഷ്ട്രീയത്തിനാണ് തിരുവനന്തപുരം വോട്ട് ചെയ്തത്. എന്നാൽ കേരളത്തിലുടനീളം എടുത്തു നോക്കിയാൽ എല്ലാ ജനവിഭാഗങ്ങളും BJPയോടൊപ്പം മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൂടുതലായി കണ്ടു. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ കൂടുതൽ. അതിപ്പം തൃശ്ശൂരിൽ നിന്നും മുംതാസ്, അതുപോലെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും നിരവധി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതൊക്കെ BJPയുടെ വലിയ മുന്നേറ്റമാണ്. തൊട്ടുകൂടായ്മ, ഞാൻ പച്ചയ്ക്ക് പറയാണ്, ഒരു 10 വർഷം മുമ്പ് എൻ്റെ നാട്ടിൽ പൂഞ്ഞാറിലൊക്കെ BJP എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. BJP എന്ന് പറഞ്ഞാൽ അയ്യേ എന്ന് പറയുന്ന, BJPക്കാരനാണ് എന്ന് പറഞ്ഞാൽ, BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അയ്യേ എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ നിന്നും 10 വർഷം കൊണ്ട് ഇന്ന് ആ പൂഞ്ഞാറിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക്, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് BJP ഒറ്റയ്ക്ക് ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിയെന്ന് പറയുന്നത് അതാണ് ആ ഷിഫ്റ്റ്, ആ വലിയ മാറ്റം. അത് BJPയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും BJP ടീമും മുമ്പോട്ട് വെച്ച വികസിത കേരളം എന്ന ആശയത്തിൽ നിന്നാണ്.